ജസിയ ആഷിഖിനെ ആർക്കും അത്ര പെട്ടെന്നൊന്നും മറന്നു കളയാൻ കഴിയില്ല. ഇവരുടെ ജീവിതം കണ്ടു തീർത്തവർക്ക് വലിയ വിഷമമാണ് ജസിയയുടെ വേർപാട് നൽകിയത്. അവസാന നിമിഷം വരേക്കും തന്നെ തൻ്റെ ഭാര്യയെ എങ്ങനെയാണ് ഒരു ഭർത്താവ് സംരക്ഷിക്കേണ്ടത്, ചേർത്ത് പിടിക്കേണ്ടത് എന്നതിനുമുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു ആഷിഖ്. വിവാഹം കഴിഞ്ഞ മാസങ്ങളായപ്പോഴേക്കും ക്യാൻസർ ബാധിച്ച് രോഗാവസ്ഥയിൽ ക്ഷീണിച്ച് നിറം മങ്ങിയ ജസിയയെ ഒരിക്കലും വിട്ടൊഴിയാനും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്ന് വേദനിപ്പിക്കുക പോലും ചെയ്യാത്ത ആഷിഖിൻ്റെ മഹാമനസ്സ് കാണാതിരിക്കാൻ ആർക്കും കഴിയില്ല. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ജീവിതത്തിൽ നടന്നത് വലിയ ദുരിതങ്ങളായിരുന്നു. അവിടെ നിന്ന് ജസിയയുടെ അവസാന നിമിഷം വരേക്കും തന്നെ ജസിയയെ ചേർത്ത് പിടിച്ച ആഷിഖിൻ്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ വാർത്തയാണ് ആഷിഖ് തൻ്റെ ചാനലിൽ പങ്കുവച്ചിട്ടുള്ളത്. ആഷിഖിൻ്റെ നിക്കാഹ് കഴിഞ്ഞു, എന്നാണ് കല്യാണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. മഹാഭാഗ്യമാണ് ആഷിഖ് ഇപ്പോൾ വിവാഹം കഴിച്ച തെസ്നി എന്ന് പറയുന്ന മോൾക്ക് കിട്ടിയത്. കാരണം ഇത്തരമൊരു ഭർത്താവിനെ കിട്ടുവാൻ ഏതൊരു പെണ്ണും പുണ്യം ചെയ്യണം. അത് ആഷിഖും ജസിയയും തമ്മിലുള്ള ജീവിതം കണ്ടു തീർത്തവർക്ക് വ്യക്തമായി തന്നെ അറിയാം. ജസിയ അവസാന നിമിഷത്തിലും ആഷിഖിനോട് പറഞ്ഞ കാര്യമായിരുന്നു തൻ്റെ ഉമ്മാക്കൊരു വീട് വേണമെന്നുള്ളത്. തൻ്റെ ഭാര്യ മരണപ്പെട്ടതിന് ശേഷവും അവളുടെ വാക്ക് നിറവേറ്റിക്കൊടുത്ത ഈ ആഷിഖിൻ്റെ മനസ്സ് മറ്റൊരു ചെറുപ്പക്കാരനും അപൂർവമായല്ലാതെ കാണാൻ കഴിയില്ല. തൻ്റെ ഉമ്മയ്ക്കൊരു വീടും ഉണ്ടാക്കി കൊടുത്തു ആഷിഖ്. ഈയിടെ നമ്മളെല്ലാവരും കേട്ടതാണ്, സൗന്ദര്യത്തിൻ്റെ പേരിൽ സ്വന്തം ഭാര്യയെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും കുത്തുവാക്കുകൾ പറഞ്ഞ് അവരെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയവരെ കുറിച്ചുള്ള വാർത്തകൾ നിരന്തരമായി നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം ഉത്തമ മാതൃകയാണ് നമ്മുടെ ആഷിഖ്. ക്യാൻസർ ബാധിച്ച് ചികിത്സാ ചിലവിനായി നമ്മുടെ മുമ്പിൽ വന്ന ജസിയയെ ആദ്യമായി നമ്മൾ കണ്ടത് അങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് അവർ ഒരു ചാനൽ തുടങ്ങിയതും അത് വളരെ പെട്ടെന്നായിരുന്നു ജനമനസ്സുകൾ ഏറ്റെടുത്തതും. പിന്നീടും ജസിയ തൻ്റെ ജീവിതത്തിൽ ക്യാൻസർ മൂലം അനുഭവിച്ചത് വലിയ വേദനകളായിരുന്നു. അതിനുശേഷവും ജസിയയുടെ ചികിത്സാ ആവശ്യവുമായി ആഷിഖ് നമ്മുടെ മുമ്പിൽ വന്ന് നിന്നതും കൽബുള്ള ഒരു മനുഷ്യനും ഒരു ഭർത്താവ് ആ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി എത്രയേറെ ത്യാഗങ്ങളാണ് സഹിക്കുന്നത് എന്നുള്ളതിന് തെളിവായിരുന്നു. ജസിയയുടെ മരണത്തിന് ശേഷവും ആഷിഖിന് ഹോസ്പിറ്റൽ വിട്ടിറങ്ങാൻ നേരമില്ലായിരുന്നു. തൻ്റെ ഉമ്മയുമായുമൊക്കെ വീണ്ടും വീണ്ടും നിരന്തരമായി ഹോസ്പിറ്റലിലായിരുന്നു ആഷിഖ്. ഇതെല്ലാം നല്ലതിനാണ്, ഇതിനൊക്കെ ഒരു നല്ല കാലം വരുമെന്നാണ് ആഷിഖ് ആ വേളയിലെല്ലാം പറഞ്ഞത്. തീർച്ചയായും നിനക്ക് നല്ലതുണ്ടാവട്ടെ. നിൻ്റെയും തെസ്നിമോളുടെയും ജീവിതത്തിൽ എന്നും സന്തോഷം നിലനിൽക്കട്ടെ. നിന്നെപ്പോൾ കിട്ടിയ ഈ പൊന്നുമോൾ ജീവിതത്തിൽ ചെയ്ത വലിയ പുണ്യം തന്നെയാണ് അതിനുള്ള കാരണമായി മാറിയതും.